ഹായ്. അപ്പോൾ ഇന്ന് കുറച്ച് തട്ടിക്കൊട്ടൽ പരിപാടിയിലാണ്. ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് പൊടിയൊക്കെ തട്ടി സെറ്റാക്കുകയാണ്. അപ്പോൾ പാറു ഭയങ്കരമായിട്ട് തെറ്റിയിട്ടുണ്ട്. എനിക്കിത് തട്ടിക്കൊട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തെറ്റിലാണ്. അങ്ങനെ അവൾക്കും ചെറുതായിട്ട് തട്ടി കൊടുക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഫ്രെയിമും ഞങ്ങൾക്ക് അത്രയ്ക്കും വിലപ്പെട്ടതാണ്. അങ്ങനെ അതാ ചുമരുമ്പിൽ എല്ലാ ഫോട്ടോസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യക്കൂട്ടം ഭയങ്കരമായിട്ട് കളിയിലാണ്. ചേച്ചീൻ്റെ ഷൂവും അതേപോലെ പൗഡറിൽ ഭയങ്കരമായിട്ട് കളിയിലാണ്. ഒരുപാട് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ നേരത്തെ അവൻ ഭയങ്കരമായിട്ട് കുറുമ്പ്. ഇന്ന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര കുറുമ്പായിരുന്നു. ചെരുപ്പിടാനും ഡ്രസ്സ് വലിച്ചിടുക അങ്ങനെ ഓരോ കുറുമ്പായിരുന്നു. ഓരോ ദിവസം ഓരോ മൂടാട്ടോ അവന്. അങ്ങനെ ഇതാ എല്ലാ സാധനങ്ങളും വലിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. വലിച്ചിട്ടതെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് കുറച്ച് നേരം ഞാനും ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ അവൻ കുറേ നേരം JCB കൊണ്ട് കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പാറുവിന് തന്നെ ശില്പമൊക്കെ ജസ്റ്റ് നോക്കലായിരുന്നു പരിപാടി. ഏതൊക്കെ ഫോട്ടോസ് ഉണ്ട്, ഏതൊക്കെ പൂക്കളുണ്ടെന്നൊക്കെ. പിന്നെ അതുപോലെ പാറുവിന് ബർത്ത്ഡേക്ക് വാങ്ങിയ ചെറിയൊരു കുറ്റിയാണ്. എല്ലാ ദിവസവും അവൾ അതിൽ പൈസ ഇടാറുണ്ട്. അതുപോലെ തന്നെ ആദ്യം ചേച്ചീൻ്റെ കണ്ട് പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മേനോട് ഇടാൻ പറഞ്ഞു. അമ്മയും അതിൽ പൈസ ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദ്യക്കുട്ടന് പാറുക്കുട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കുറ്റിയിൽ എന്നും അവർ പൈസ ഇടും. അതുപോലെ ആദ്യക്കുട്ടനെ ഈ കുറ്റി കിട്ടിയാൽ ഫുള്ള് തുറന്നിട്ട് പൈസ മൊത്തം ബെഡിൽ ഇടാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് കരയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചേച്ചി പെണ്ണിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കുറ്റി. പിന്നെ അതുപോലെ കുറേ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാറു എല്ലാവർക്കും മിഠായി തന്നു. അമ്മയ്ക്ക് തന്നു, ആദിക്കൊക്കെ തന്നിട്ട്. അവൻ ആദിക്ക് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. അവന് അമ്മയ്ക്ക് തന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. ആദിക്ക് കൊടുക്കാതെ കണ്ടപ്പോൾ ആദിക്ക് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ നെസിൽപ്പൊക്കെ ഇതാ പാറു പറിച്ച് എൻ്റെ കണ്ണ് വെട്ടിച്ചതാ. ഇതാട്ട പരിപാടി. എല്ലാതും വാതിലിൽ ഒട്ടിക്കലായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ഫിലിം കാണണമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ റീഫ്രഷ് അടിക്കട്ടോ. ഒരുപാട് സംഭവങ്ങൾ പാറു കണ്ടിട്ട് റീഫ്രഷിന് അടിക്കാതെ അങ്ങനെ അവൾ ചില നേരത്താണ് കിടന്നുറങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പണി ഉണ്ടായപ്പോൾ ഞാനും അങ്ങനെ റീഫ്രഷ് അടിക്കാറില്ല. റീഫ്രഷൊക്കെ അടിച്ച് കല്യാണരാമൻ മൂവിയായിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ സിനിമ. അതുകൊണ്ട് തന്നെ ആ ഫിലിം ഇടാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു ഫിലിം ആയതുകൊണ്ട് ആ ഫിലിം തന്നെ ഇടാൻ വിചാരിച്ചു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നടൻ എന്ന് പറയുന്നത് ദിലീപും അതുപോലെ ഫേവറേറ്റ് നടി എന്ന് പറയുന്നതും കാവ്യയാണ്. അപ്പോൾ രണ്ടുപേരും അടങ്ങുന്ന ഒരു ഫിലിമാട്ടോ കല്യാണരാമൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല പാട്ടും അതുപോലെ തന്നെ നല്ല കോമഡിയും അതുപോലെ നല്ല ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു മൂവിയാട്ടോ കല്യാണരാമൻ. എനിക്കൊരു ഒത്തിരി ഇഷ്ടമാണ്. ദിലീപിൻ്റെ ചെറുപ്പത്തെ കാലത്ത് ഓരോ കഥകൾ അവർക്ക് വേണ്ടി പങ്കുവെക്കുന്നതും എല്ലാ കല്യാണത്തിൻ്റെ ഓരോ സംഭവങ്ങളും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ കാലത്തിന് ശേഷം കേട്ടോ ഈ മൂവി കാണുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാറുനും ആദിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര ആവേശത്തിലാട്ടോ പാറു. അങ്ങനെ ഇതാണ് ദിലീപ് എന്നൊക്കെ പറഞ്ഞ് പാറുവിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സലീം കുമാറിൻ്റെ ഓരോ രംഗവും ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ന് ഇവിടെ ഈ നാട്ടിലില്ലാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. വിട്ട് പിരിഞ്ഞതിൽ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഓരോ കോമഡിക്കും അതുപോലെ തന്നെ ഭയങ്കര കോമഡി ആയിരുന്നു ഈ സിനിമ. അതുപോലെ ആദിക്ക് പാറും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവർക്ക് പറ്റിയ കുട്ടിപ്പട്ടാളങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ദിലീപിൻ്റെ ഓരോ വേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഒരു രംഗം വന്നപ്പോൾ പാറുന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.